ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ്സും കാര്യങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ കണ്ടു. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എനിക്കിഷ്ടമുള്ളത് വാങ്ങിച്ചു കേട്ടോ. ബുക്കും പിന്നെ അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സും സ്റ്റാമ്പ്സും ക്ലിപ്സും എല്ലാതും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പെന്നും കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇതേ കണ്ടോ, കുറേ വുഡൻ പീസിൻ്റെ സംഭവം, ഡ്രസ്സിനാട്ടിനുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കുറേ ഐറ്റംസ്, ക്യാൻവാസ് സ്റ്റാൻഡും എല്ലാതും ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഞാൻ എന്തൊക്കെയാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. എല്ലാ ഐറ്റംസും ഒരു ഷോപ്പിലാണ് കേട്ടോ കയറിയത് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞാനത് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം. കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ, കാരണം എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ക്യാഷില്ല. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഇതുപോലത്തെ ഒരു ഗ്രീൻ റിബണാണ് കേട്ടോ. എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അത് വാങ്ങിച്ചത് കുറച്ച് മുമ്പ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് റേറ്റും കാര്യങ്ങളൊന്നും അത്ര ഓർമ്മയില്ല. ചിലതിൻ്റെത് ഓർമ്മയില്ല, ചിലതിൻ്റെത് ഓർമ്മയില്ല. അങ്ങനത്തെ അതുണ്ട്. പിന്നെ ഒരു മിഠായി ലോലിപോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചീർപ്പുണ്ടല്ലോ, മുടിയൊക്കെ ചെയ്യുന്ന, അതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എത്രയും 30 റുപ്പീസ് അങ്ങനെ എന്തായിരുന്നു. പിന്നെ ഒരു ബണ്ണ് വാങ്ങിച്ചിട്ടോ, യെല്ലോ കളർ ബണ്ണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പർപ്പിൾ കളർ, ലാവൻഡർ കളർ ബണ്ണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ബണ്ണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇത് നമ്മുടെ മേക്കപ്പിൽ നിന്ന് കോമ്പാക്റ്റ് ഒക്കെ ഇടുന്ന സംഭവമാണ്. നല്ല ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട്, നമ്മൾ ബ്ലഷൊക്കെ ഇടുന്ന സംഭവം, നല്ല സോഫ്റ്റ് ആയിരുന്നു. അതും നല്ല സോഫ്റ്റ് ആയിരുന്നു. രണ്ടും നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മേലൊരുക്കില്ലേ പുളിക്കുന്നതൊക്കെ, ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. ടൂർണമെൻറ്റിന് എത്രയും 20 അങ്ങനെ എന്തോ ഉണ്ട്. പിന്നെ സ്റ്റിക്കേഴ്സിന് എത്ര 15 വരുന്നത്. ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ അതങ്ങനെ. അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ള സംഭവമായിരുന്നു. ഇതിൽ ചെറിയ സ്റ്റാർസും ഉണ്ട്, വലിയ സ്റ്റാർസും ഉണ്ട്. നല്ല അടിപൊളിയായിരുന്നു. ഇങ്ങനെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത്യാവശ്യമായിരുന്നു. നമ്മുടെ ഇതിന്മേലൊക്കെ ഞാൻ ഒട്ടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അടിപൊളിയാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ടും ഉണ്ട് ചെറിയ സ്റ്റാർസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റാർസും കാര്യങ്ങളൊക്കെ സ്റ്റിക്കേഴ്സായിട്ട് വാങ്ങിച്ചു. പിന്നെ നമ്മൾ മുടിമ വെക്കുന്ന ചെറിയ കുറച്ച് ക്ലിപ്സാണ് കേട്ടോ. അതിന് എത്ര 15 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. റേറ്റ് കുറവാണ്. 4 ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ മുടിമ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന പോലത്തെ സംഭവമാണ്. അത് നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്ലൈഡ്, അത് നമുക്ക് അത്യാവശ്യം വേണം, അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ കമ്മൽ വാങ്ങിച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുള്ളൊരു റെഡ് റോസ് പോലത്തെ ഒരു ഗ്ലിറ്ററൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് ഇയറിംഗ് വാങ്ങിച്ചു. പിന്നെ നമ്മളൊരു പെണ്ണ് വാങ്ങിച്ചിട്ട്, ഈ ഒരു പെണ്ണിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിയിട്ട് മാത്രം കഴിഞ്ഞാൽ അടിപൊളി സ്മെല്ല് ചെയ്തിന്, അടിപൊളി സ്മെല്ലാട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ നല്ല അടിപൊളി സ്മെല്ലാണ് ഈ ഒരു സംഭവത്തിനുള്ളത് കേട്ടോ. ഒരു ബബ്ലിങ്ങില്ല, അതിൻ്റെ ഒക്കെ ഒരു ചുവങ്കമ്പിൻ്റെ ഒരു സ്മെല്ലാട്ടോ. ഞാനപ്പോൾ പിങ്ക് കളറാണ് കേട്ടോ. ഇതിന് 6 റുപ്പീസ് എങ്ങാണ്ട് ഉള്ളൂ ഈ സംഭവത്തിന്. അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടു. ബ്ലൂ കളറാണ്. പിന്നെ ഒരു ലെക്സി പെന്നിന് 10 വരുന്നൊരു പാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 10 വരുന്നത് കേട്ടോ. അതിൽ 45 റുപ്പീസ് ഉണ്ടായിരുന്നു. പിന്നെ 2 നോട്ട് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 30 റുപ്പീസാണ്. 2 കൂടിയിട്ട് 60 റുപ്പീസായി. പിന്നെ ഈ ഒരു നോട്ട് ബുക്കാണ് ക്യൂട്ടായിട്ടുള്ള നോട്ട്. ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ കൂടെ ഒരു പെന്നും കൂടി വരുന്നത് അടിപൊളിയായിട്ടുണ്ട്. 50 റുപ്പീസാണ് കേട്ടോ. 50 റുപ്പീസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ ഐറ്റമൊന്നും 50 റുപ്പീസിനില്ല. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല പേജസും ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. എഴുതാനൊന്നും തോന്നില്ല, ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വെക്കും, എപ്പോഴും ഇങ്ങനെ തുറന്ന് കളിക്കും, അതൊക്കെ ഉള്ളൂ. അല്ലേ എഴുതാൻ നമുക്കൊരു മനസ്സ് വരില്ലേ, എനിക്ക് കിട്ടും. ചിലപ്പോഴൊക്കെ ഒന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ തോന്നുകയാണെന്ന് എനിക്ക് പഴയതുപോലെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്യും, അല്ലാതെ ഒന്നും ചെയ്യില്ലേ ഞാൻ. അപ്പം അത് വാങ്ങിച്ചിട്ട് നല്ല ഇഷ്ടമായി. പിന്നെ അതിൻ്റെ കൂടെ ഒരു പെന്നും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പെന്നായിരുന്നു, കുഴപ്പമൊന്നുമില്ലാത്ത പെന്നായിരുന്നു. അടിയിൽ നമ്മളിങ്ങനെ ആക്കി കഴിഞ്ഞാൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് പെണ്ണ് എന്തായാലും വർക്കിംഗ് കാണാൻ നോക്കണ്ടേ. 50 റുപ്പീസിന് ലാഭം വേണമല്ലോ. ഞാൻ എഴുതി നോക്കി, ബ്ലൂ കളറായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെണ്ണ് തന്നെയായിരുന്നു. പെണ്ണ് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ.
ഞാൻ അതൊക്കെ എഴുതി അത്യാവശ്യം വർക്കിംഗ് ആണ്, കുഴപ്പമില്ല. ഇങ്ക് ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ, അത് മാത്രമേ പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൂ. പിന്നെ ക്യൂട്ടാണ്, ഇതുണ്ട് ബട്ടൺ ബോക്സ് നോക്കുമ്പോൾ രസമുണ്ട്, ഭംഗിയുണ്ട്, ഇഷ്ടമായി, അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ എന്ന് പറയുന്നത്. അടിപൊളി സാധനങ്ങൾക്ക് നല്ല ഇഷ്ടമായി എല്ലാതും. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ. എനിക്ക് ഈ സാധനങ്ങൾ വാങ്ങിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം എന്ന് പറയുന്നത് ഇത് രണ്ടെണ്ണമാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ, മറക്കരുത് ആരും. ഓക്കെ, അപ്പോൾ ഇത് നല്ല ഇഷ്ടമായ രണ്ട് സാധനങ്ങൾ ഇതാണ് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ്, ലൈക്കും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി. ബൈ ബൈ.